ഇസ്ലാം മതവിശ്വാസികളെ അപരവൽക്കരിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. ഈ നാട്ടിനകത്തെ വർഗീയത പറയുന്നവരെ, തീവ്രമായി ആളുകളെ ആക്രമിക്കുന്നവരെ, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഒരു തരത്തിലും നിയമപരമായി അവർക്കൊരു പ്രശ്നവുമില്ല എന്ന രൂപത്തിലേക്ക് ഇവിടെ പോകുമ്പോൾ മറുഭാഗത്ത് RSSനെതിരായി പ്രതികരിച്ചു പോയാൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പോയാൽ കേരളത്തിലെ പോലീസ് പോലും കർണാടകയിൽ പോയി അവരെ അറസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ഭരണ സംവിധാനം കൂടി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും, പേര് നോക്കിക്കൊണ്ട് ആളുകളെ തടവറയിലേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപരവൽക്കരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ അതിൻ്റെ ഏറ്റവും വലിയ ഇരയാക്കപ്പെടുന്നത് ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ആരും പറയില്ല. പ്രത്യേക തരത്തിൽ ഒരു വിദ്വേഷ പ്രചാര വേല രാജ്യത്ത് ഭരണകൂടവും സംഘപരിവാറും നടത്തി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ആളുകളുടെയും കടമ എന്ന് വിശ്വസിക്കുകയാണ്. അത്തരം കൂട്ടായ്മകളിലൂടെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള വലിയ ഒരു രാഷ്ട്രീയ പരിസരം ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഭരണം ഈ രാജ്യത്ത് വന്നതിന് ശേഷം സംഘപരിവാർ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അവരുടെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ഒരു നില ഈ രാജ്യത്തുണ്ടാകുന്നു. കാരണം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു ശത്രുവിനെ പ്രഖ്യാപിച്ചു കൊണ്ട് തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയപരമായ അധികാരം അവർ ഉറപ്പിച്ചിട്ടുള്ളത്. ആ ജർമ്മനിയിലും ഇറ്റലിയിലും മുസോളിനി ആയാലും ഹിറ്റ്ലറായാലും എല്ലാം ഈ രണ്ട് രാജ്യങ്ങളും നടപ്പാക്കിയ ഫാസിസ്റ്റ് ഭരണകൂടം നടപ്പാക്കി അവരുടെ ശത്രുക്കളെ അവർ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ അത്തരം സമൂഹത്തിന് നേരെ നടന്നത് എന്ന് നമ്മൾ കാണുകയാണ്. സ്വാഭാവികമായും നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും എല്ലാം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് രൂപീകരിച്ച ഒരു സംഘപരിവാരും RSSും അത് തീവ്രവാദ പ്രസ്ഥാനവുമെല്ലാം ഈ രാജ്യത്ത് അത്തരത്തിലുള്ള അപരവൽക്കരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നുള്ളത് തെളിവായി നമ്മൾ ഇന്ന് കാണുകയാണ്. കാരണം RSS രൂപീകരിച്ചതിന് ശേഷം അവർ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും അതിൻ്റെ ഏറ്റവും വലിയ ശാക്തികമായ അവസ്ഥയിലേക്ക് അവർ ഇന്ന് നിൽക്കുമ്പോൾ അവരെല്ലാം പ്രകടിപ്പിക്കുകയാണ്. രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കാൻ, വിഭജിപ്പിക്കാനുള്ള വലിയതായ ശ്രമങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്നു. ഭരണകൂടവും അതിന് കുടപിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ഒരുപാട് സമരങ്ങൾ തെരുവുകളിലൊക്കെ നമ്മൾ ചേർന്ന് നിന്ന് പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഈ രാജ്യത്തിന്റെ മണ്ണിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ മാർട്ടിൻ നിയോ മുള്ളർ എന്ന് പറയുന്ന വിഖ്യാതനായ സാഹിത്യകാരൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവർ ആദ്യം ക്രിസ്ത്യാനികളെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. അവർ യഹൂദരെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, ഞാൻ യഹൂദനല്ലായിരുന്നു. അവർ തൊഴിലാളികളെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, ഞാനൊരു തൊഴിലാളിയല്ലായിരുന്നു. അവസാനം അവർ എന്നെ ആക്രമിച്ചു, പക്ഷേ പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് പറയുന്നത് പോലെ ഈ വിപത്തിനെതിരായി നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ചില്ല എങ്കിൽ നമുക്ക് നേരെ ഈ ആക്രമണം കടന്നു വരുമ്പോൾ ഈ നാട്ടിനകത്ത് ആരും പ്രതികരിക്കാൻ ഉണ്ടാവില്ല എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ നാട് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരമാണ്.
എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു നാടാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ അത് കേവലം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഈ രാജ്യം വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്ന് നിന്ന് വന്നവരായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് സമ്രാട്ട് അശോകൻ ഇന്ത്യ ഭരിക്കുമ്പോൾ എഴുതി വെച്ചൊരു വാചകമുണ്ട്, സമവായം ഏവ സാധു, നാം എല്ലാം ഒന്നാണ്. ആ വലിയ ആപ്തവാക്യത്തെ നെഞ്ചേറ്റി തന്നെയാണ് വിവിധങ്ങളായ മതവിശ്വാസികൾ ഈ രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോയപ്പോഴും ബുദ്ധമതവിശ്വാസികളും ജൈനമതവിശ്വാസികളും ക്രിസ്തു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും എല്ലാം നൂറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോയപ്പോഴും അവരാരും അവരുടെ മത രാഷ്ട്രമായി ഈ രാജ്യത്തെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ ബഹുസ്വരത അങ്ങനെയാണ്. ആ ബഹുസ്വരതയെ ഏറ്റുപിടിച്ച് ചേർത്ത് പിടിച്ചവരായിരുന്നു ഈ രാജ്യത്തെ ഭരണാധികാരികൾ. 1857 ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം പോലും ചരിത്രത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്നവരെല്ലാം ഹിന്ദു മതവിശ്വാസികളായ രാജാക്കന്മാരായിരുന്നു. അവർ അധികാരം വെട്ടിപ്പിടിച്ച് ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായി അവർ വാഴിച്ചത് ഇസ്ലാമിക വിശ്വാസിയായ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന ഒരു മുഗൾ രാജാവിനെയാണ്. ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായി പ്രിയപ്പെട്ടവർ അവർ അവരോധിച്ചെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃകയാണ് നമ്മൾ അവിടെ കണ്ടത്. ആ മാതൃകയെ നരേന്ദ്രമോദിയുടെ അപ്പനപ്പൂപ്പന്മാർ വന്നാലോ അത് തകർക്കാൻ നമ്മൾ ആരും അനുവദിക്കില്ല എന്നുള്ള വലിയ പ്രഖ്യാപനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ വേളയിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ആ മതനിരപേക്ഷതയെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതിന് കോട്ടം വരാതെ അങ്ങനെ ഒരു മതനിരപേക്ഷതയും മതേതരത്വവും ഈ രാജ്യത്തിനകത്ത് തകർന്നു പോയാൽ ഇന്ത്യ ഉണ്ടാവില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഇന്ന് പറയുന്ന ആളുകൾ ഇവിടെ മുസ്ലിം മതവിശ്വാസികളെ അപരവൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർ ഇന്ന് ചേർത്ത് പിടിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ നമുക്കറിയാം RSSന്റെ അവരുടെ താത്വികമായിട്ടുള്ള അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ശത്രുക്കളെ പ്രഖ്യാപിച്ചതിനകത്ത് ഒന്നാമത് മുസൽമാന്മാരാണെങ്കിൽ രണ്ടാമത് ക്രിസ്ത്യാനികളാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകാതിരിക്കാൻ പാടില്ല. ഒന്നാമത്തെ ശത്രുവിനെ അവർ അവസാനിപ്പിച്ചാൽ രണ്ടാമത്തെ ശത്രുവിലേക്ക് അവർ കടന്നു വരുമെന്ന് സംബന്ധിച്ചും ഒരു തർക്കവുമില്ല. ഇന്ന് പോലും വാർത്തകൾ വരുന്നത് കർണാടകയിലെ ഒരു ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച് അവിടെ ഹനുമാന്റെ വിഗ്രഹം സ്ഥാപിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരം ആളുകൾക്ക് അനുകൂലമായി ആരെങ്കിലും ചിന്തിച്ചാൽ അത് ഈ നാടിന്റെ ഏറ്റവും വിനാശകരമായ അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമെന്ന തിരിച്ചറിവ് അത്തരം ആളുകൾക്ക് കൂടി ഉണ്ടാകണമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ നാട്ടിനകത്ത് കടന്നു പ്രതികരിക്കുന്നവരെ, എതിരഭിപ്രായം പറയുന്നവരെ തുറങ്കലടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകൻ ഉത്തർപ്രദേശിൽ പോയി അവിടെയുള്ള തെറ്റിനെതിരായി അവിടെ എടുത്ത ഒരു ഭരണകൂടം നടത്തിയ ഹത്യക്കെതിരെ തന്റെ തൂലിക ഉപയോഗിച്ച് പ്രതികരിച്ചത് കൊണ്ട് അദ്ദേഹം ഇന്ന് കൽത്തുറങ്കിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കരിനിയമങ്ങൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ കൽത്തുറങ്കിലടക്കുന്നു രാജ്യത്തിന്റെ ഭരണകൂടം. പ്രതികരിക്കുന്നവരെ ഈ രാജ്യത്ത് കൊന്നവസാനിപ്പിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരുപാട് ഇരകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗൗരി ലങ്കേഷ് നമ്മുടെ മുമ്പിലുണ്ട്, ദബോദ്കർ നമ്മുടെ മുമ്പിലുണ്ട്, കൽബുർഗി നമ്മുടെ മുമ്പിലുണ്ട്. സംഘപരിവാരത്തിനെതിരായി പ്രതികരിക്കുന്നവരെ, സാഹിത്യകാരന്മാരെ, സാംസ്കാരിക പ്രവർത്തകന്മാരെ, അത്തരം പത്രമാധ്യമ പ്രവർത്തകന്മാരെല്ലാം കൊന്നൊടുക്കുകയും ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നാടായി ഈ നാട് മാറുകയാണ്. പ്രതികരിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അത് ഫാസിസത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഇവർ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതിനെ പ്രതികരിക്കാൻ അതിശക്തമായി നമുക്ക് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം ഈ നാട്ടിനകത്ത് അപരവൽക്കരിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളിൽ നേതൃത്വം കൊടുത്തവരെ അവരെയെല്ലാം ഭീകരവാദികളായി ചിത്രീകരിക്കുകയാണ്. മലബാർ കലാപം ഉൾപ്പെടെയുള്ള നമുക്കറിയാം ഇന്ന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഏടായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മലബാർ കലാപം. ആ മലബാർ കലാപത്തിനകത്ത് രക്തസാക്ഷികളായ ആളുകളെ അവരെ തീവ്രവാദികളായി ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ ചരിത്ര വിഭാഗത്തിന്റെ ആളുകൾ രേഖപ്പെടുത്തുകയാണ്. അവർ ഈ രാജ്യത്തിന് വേണ്ടിയാണ് പോരാട്ടം നടത്തിയത്. ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി പിടഞ്ഞു വീണ് മരിച്ചവരെ തീവ്രവാദികളാക്കി മുമ്പോട്ട് പോകുന്നു. ആരാണ്? ഈ രാജ്യത്തെ സംഘപരിവാരമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കാത്തവർ. നമുക്കറിയാം ടിപ്പു സുൽത്താനെ പോലും ഇന്ന് ഏത് രൂപത്തിലാണ് സംഘപരിവാർ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പോലും നവോത്ഥാനത്തിന്റെ പുതിയ മാനങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ടിപ്പു സുൽത്താന്റെ കടന്നുവരവോട് കൂടിയായിരുന്നു. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മാറുമറച്ച് ജീവിക്കാനുള്ള, അവർക്ക് നടന്നു പോകാനുള്ള ഒരു അവകാശം ഉണ്ടായത് ടിപ്പു ഈ കേരളത്തിനകത്ത് കടന്നു വന്ന ശേഷമായിരുന്നു. നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം കൊടുത്ത ഒരു ധീരനായ പോരാളിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി പടവെട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ സർവർക്കറെ പോലെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം അവസാനം ബ്രിട്ടീഷുകാരോട് പടവെട്ടി മരണം തന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും മാപ്പെഴുതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1000 ദിവസം കുറുനരിയായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം നരിയായി ജീവിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട ഇടനെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി പിടഞ്ഞു വീണ് മരിച്ച ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ വേണമെങ്കിൽ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്യാമായിരുന്നു. പക്ഷേ സന്ധി ചെയ്യാത്തതിന്റെ പേരിൽ ഇന്ന് ടിപ്പുവിന്റെ കുടുംബം KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിനകത്ത് വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ടിപ്പുവിന്റെ പിന്മുറക്കാർ ഇന്ന് ബംഗാളിലെ കൽക്കത്തയിലെ തെരുവിൽ സൈക്കിൾ റിക്ഷ ഓടിച്ചുകൊണ്ട് ജീവനം അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അന്നൊരു വരി മാപ്പെഴുതി കൊടുത്തെങ്കിൽ ടിപ്പുവിന്റെ കുടുംബത്തിന് ശ്രീരംഗപട്ടണവും കൊട്ടാരവും എല്ലാം കിട്ടുമായിരുന്നു. പക്ഷേ ഈ അവരോട് പോരാടി പിടഞ്ഞു വീട് മരിച്ചവരെ ഇന്നത്തെ സംഘപരിവാരം തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നു. അവരുടെ ചരിത്രത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് വക്രീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ എല്ലാ മേഖലകളിലും വലിയ രൂപത്തിലുള്ള കടന്നാക്രമണം നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളെ അപരവൽക്കരിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള വലിയ രൂപത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, നമ്മുടെ നവമാധ്യമങ്ങളിൽ എല്ലാം അത്തരത്തിലുള്ള ആളുകൾ അതിശക്തമായി കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും, കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യത്തെ കുറിച്ചല്ലാതെ അവരുടെ മതം നോക്കി അവനെ ആക്രമിക്കുന്ന ഏറ്റവും ഹീനമായ ഒരവസ്ഥ കേരളം പോലെ പ്രബുദ്ധമായി ഈ കേരളത്തിനകത്ത് പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിനകത്ത് ഏറ്റവും നികൃഷ്ടനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷതയെയും മതസാഹോദര്യത്തെയും ഇത്രയേറെ തച്ചു തകർക്കുന്ന രൂപത്തിലാണ് ആ രാഷ്ട്രീയ മാലിന്യം അന്ന് നടത്തിയ ആ പേര് പോലും ഞാൻ ഇവിടെ ഉച്ചരിക്കുന്നില്ല. ആ രാഷ്ട്രീയ മാലിന്യം ഈ കേരളത്തിന് പോലും അപമാനകരമായ ഒരു പ്രസംഗം നടത്തിയിട്ട് കൽത്തുറക്കിലേക്ക് പോകേണ്ടവൻ സുഖമായി നാട്ടിനകത്ത് വിലസി നടക്കുന്നതാണ് ഈ നാടിന്റെ നിയമം എന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്ക് പ്രചോദനമേകുന്ന രൂപത്തിലേക്കുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ അത് മാറ്റപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. ഈ നാട്ടിനകത്തെ വർഗീയത പറയുന്നവരെ, തീവ്രമായി ആളുകളെ ആക്രമിക്കുന്നവരെ, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഒരു തരത്തിലും നിയമപരമായി അവർക്കൊരു പ്രശ്നവുമില്ല എന്ന രൂപത്തിലേക്ക് ഇവിടെ പോകുമ്പോൾ മറുഭാഗത്ത് RSSനെതിരായി പ്രതികരിച്ചു പോയാൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പോയാൽ കേരളത്തിലെ പോലീസ് പോലും കർണാടകയിൽ പോയി അവരെ അറസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ഭരണ സംവിധാനം കൂടി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും, പേര് നോക്കിക്കൊണ്ട് ആളുകളെ തടവറയിലേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഈ രാജ്യത്തെ തടവ് പുള്ളികളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം 20% വരുന്നവർ ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ പല കേസിനകത്തും ഭരണകൂടം അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ വെച്ചിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വിഭാഗത്തെ എല്ലാ തരത്തിലും വേർതിരിക്കുമ്പോൾ, അപരവൽക്കരിക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ നിലപാട് നമുക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം. അത്തരമൊരു നിലപാടുമായിട്ട് തന്നെയാണ് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഇത്തരമൊരു നിലപാടുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വർഗീയതക്കെതിരായി, ഇത്തരത്തിലുള്ള അപരവൽക്കരണത്തിനായിട്ടുള്ള പോരാട്ടത്തിനകത്ത് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.